നമ്മളിപ്പോൾ കാസർഗോഡ് നിന്ന് വന്നതാണ് നിങ്ങളെ പിന്നെ തേനീച്ചനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് അത് പഠിപ്പിക്കാൻ വേണ്ടി പ്രാക്ടിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു PVC കോളനി ഉണ്ട് ഇവിടെ. ഈ കോളനി നമ്മൾ ഇവിടുന്ന് പിരിച്ചിട്ട് രണ്ടാക്കുന്നത്. ഇതിൽ റാണിമുട്ട അല്ലെങ്കിൽ ഗൈനി, അതുപോലെ നേരത്തെ തിയറി എടുത്തതിൻ്റെ പ്രാക്ടിക്കൽ ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കോളനി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ കോളനി വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് തന്നെ പിരിക്കാൻ പറ്റും. ഞാൻ വന്നിട്ട് പിരിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ പിരിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം നോക്കിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തേനീച്ചക്ക് പോകാനൊരു വഴി കൊടുക്കണം നിങ്ങൾ കേട്ടോ. ഇതിപ്പോൾ ഓടാൻ തുടങ്ങുമ്പോൾ, നമ്മളിത് തുടങ്ങുമ്പോൾ ഇത് അടപ്പെടുത്തിട്ട് നമ്മൾ ഈ തേനീച്ചപ്പെട്ടിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുന്നു. കണ്ടോ? ഇനി നമുക്ക് മെഴുക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട അങ്ങനെ ഒരു കോളനി ഉണ്ടായെങ്കിൽ ആദ്യം നമ്മളെ കടിക്കാൻ വരുന്നതിന് മുമ്പേ അവരെ ഒന്ന് കുപ്പിയിലാക്കാം. കടിക്കുന്ന ഈച്ചകളെല്ലാം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കുപ്പിയിലേക്ക് കയറ്റാം. മൊത്തം തേനീച്ച പുറത്തു വരാൻ ഏകദേശം എത്ര ടൈം എടുക്കും? 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കടിക്കുന്ന തേനീച്ചകളെല്ലാം ഈ കുപ്പിയിൽ വരും. ഇത് ഈ ഭാഗത്ത് തന്നെ കറങ്ങി നിൽക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ പ്രകാശമുള്ള ഭാഗത്തേക്ക് ഇത് തിരിച്ചു വെക്കാം. അപ്പോഴത്തെ കുപ്പിയുടെ മറ്റേ ഭാഗത്തോട്ട് പോകും. ആ ഒട്ടിച്ചെടുത്ത് എടുത്ത് കളഞ്ഞ് കുറേ പോയി പുറത്തിറങ്ങി. കുറവാന്ന് കാണുന്നത്. കുറവാതെ നിങ്ങൾക്ക് കാണേണ്ടതെല്ലാം കാണും, അതിന് പഠിക്കണ്ട. ഇത് താഴെ കടത്തി വെക്കണം. തണലിൽ താഴെ എടുത്തോ, എടുത്തോ. നിലത്ത് കടത്തി വെക്കണം. ഒരു ഇത് കത്തി റെഡിയാക്കുക. അതിന് ആ ഒരു പ്ലക്കറുണ്ട്. പിന്നെ റാണീനെ ഇടുന്ന പാത്രം, റാണിമുട്ട ഇടുന്ന പാത്രം. റാണീനെ കിട്ടിയാൽ നമുക്ക് റാണീനെ ഇതിലിടണം. പിന്നെ കത്തി, തേനെടുക്കുന്നൊരു കത്തി. പിന്നെ ആ പ്ലക്കർ കണ്ടു ഇവിടെ ഉണ്ടായിട്ടൊന്നും ഒരു ഈർക്കിലും വേണമായിരുന്നു. ഈർക്കിലുണ്ട് ഇവിടെ സ്ഥലത്ത് എവിടെയും കിട്ടുമോന്ന്. ഒരു 2 മണിക്കൂറിൽ ഇരിക്കും. അത് തിരിച്ച് കയറ്റും. ഇതിലേക്ക് സാറ് പറഞ്ഞ സാമാന്യം തേനെല്ലാം ഉണ്ട്. ഇതിൽ വെയിറ്റ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമുക്ക് തേൻ കിട്ടിയില്ലേ റാണിമുട്ടയെല്ലാം കണ്ടാൽ മതി. ആ റാണീന ഗൈനീന നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം. ഒരു PVCയിലുള്ള ഒരു റാണി അതിസുന്ദരിയാണ്. ഫ്രോക്കിട്ട സുന്ദരി. റാണിമുട്ടയൊന്നും അല്ല, ഇത് സാധാ മുട്ട. നമ്മളെ ബ്രോഡ് ചേമ്പർ അങ്ങനെ വരുന്നുണ്ട്, കട്ട് ചെയ്യാതെ തന്നെ. കണ്ടോ? ഇങ്ങനത്തെ വേറൊരു പൈപ്പ്. ഇത് പിന്നെ നമുക്ക് ഇതിൻ്റെ ബ്രോഡ് ചേമ്പറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. PVC ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കുലുക്കിയെടുത്തതാണ്. ഇതിങ്ങനത്തെ മുട്ട രണ്ടും വെക്കാം. ഒന്ന് പകുതിയിൽ വെക്കാം, പകുതിയിൽ വെക്കാം. 2 ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ആക്കാൻ പോകുന്നത്. റാണിമുട്ട നമ്മൾ അതാ റാണിമുട്ട കണ്ടു. ഒന്നിൽ റാണിമുട്ട വെക്കാം, ഒന്നിൽ ഇതാ. അപ്പോൾ ഇത് ഒരാഴ്ച അല്ലെങ്കിൽ ഇത് 60 ദിവസമാണ് ഒരു റാണിമുട്ട വിരിയാനുള്ള ഒരു സമയം. ഇതാണ് റാണിമുട്ട. നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ കൈകൊണ്ടൊന്നും പിടിച്ച് ഉടക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്താൽ നമുക്ക് തൊടാൻ പാടില്ല. ഒന്നും കൈകൊണ്ടൊന്നും തൊടാൻ പാടില്ല. നമുക്കൊരു പാത്രത്തിൽ വെക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ നോക്കിക്കോളൂ. എന്താ ഈ പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിക്കോ. അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങനെ കൈകൊണ്ട് തൊടണ്ട. റാണിമുട്ടേനെ കൈകൊണ്ട് തൊടണ്ട. ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് എടുക്കണം. റാണിമുട്ട ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, ഏലുണ്ടാവും, ഇതിനകത്തും ഉണ്ടാവും. നമ്മളറിയാതെ റാണിമുട്ട അതിൽ പെട്ടിട്ടുണ്ടാവും. ഏത്? ഇത് പുതിയ മുട്ട, അത് പഴയ മുട്ട. ഇതാണ് പുതിയ മുട്ട, ഏറ്റവും പുതിയ മുട്ട. അപ്പോൾ ഇതാ കണ്ടോ, ഇത് ഉടഞ്ഞു പോകും നമ്മൾ തൊടുമ്പോൾ. ഇതിനകത്ത് ചിലപ്പോൾ റാണി ഉണ്ടാവും, ഇതിനകത്ത് റാണിമുട്ടയും ഉണ്ടാവും. അപ്പോൾ നേരെ പകുതിയാക്കിയിട്ട് ഈ ചേമ്പറും വെക്കുക, ഈ ചേമ്പറും ഇത് വെക്കുക. അപ്പോൾ 2 കൂട് റെഡിയായി. 2 കൂടിലേക്ക് വേണ്ടിയിട്ടുള്ള ഈച്ചയായി.
ഒന്നിൽ ഈ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. ഇത് രണ്ട് കൂടാണ് ഇപ്പോൾ. ഒന്ന് ഇതായി ഒന്ന് ഇതായി, രണ്ടിലും വേണമെന്ന് മുട്ടയുണ്ട്. രണ്ടിലേക്കും 2 ചേമ്പർ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സാധനം കൂടി ഇത് വെക്കാനുണ്ട്. ഇല്ല മുട്ട തേനെടുക്കുമ്പോൾ ഇതുപോലെ എടുക്കണം. വളരെ ഇതുപോലത്തെ തുണി വേണം. ഇത് തുണി മോശമില്ല. അത് അരിയാൻ കുറച്ച് സമയം എടുത്താൽ 4 ദിവസം വെച്ചാലും പ്രശ്നമില്ല. ശുദ്ധമായ തേൻ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്തു പാടുള്ളൂ. അല്ലാതെ പിഴിഞ്ഞിട്ട് ഒരിക്കലും തേൻ എടുക്കരുത് വെറുതെ. തോർത്തി തോർത്തെടുത്തൂടാ. അപ്പോൾ പൂമ്പൊടി താഴെ പോകും. പൂമ്പൊടി വരാൻ പാടില്ല. ഈ തേനിലേക്ക് പൂമ്പൊടി ഒരിക്കലും കലരാൻ പാടില്ല. അത് തേൻ നശിച്ചു പോകും. ഇത് വെയിലത്തൊട്ടും വെച്ചൂടാ. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ രശ്മികൾ തേനിൽ പതിച്ചിട്ടാകുമ്പോൾ നമുക്ക് വിഷമായിട്ട് മാറും. അത് അപ്പോൾ ചെറിയ വെയിൽ വെക്കാം. ഒരു 4 മണിക്ക് ശേഷമുള്ള ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. വേറെ എവിടെയും വെക്കണ്ട. തന്നെ താഴെ വന്നോളൂ. ഒരു 4 ദിവസം കഴിഞ്ഞാലും പ്രശ്നമില്ല. അതങ്ങനെ അടിയിൽ ഉറുമ്പ് കയറുന്നതിന് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു ഇഷ്ടികയോ അല്ലെങ്കിൽ ഒരു തെരിയോ സ്റ്റീലിൻ്റെ ഒരു ഇത് കിട്ടൂലേ വട്ടി, അത് വെക്കാം. അല്ലെങ്കിൽ ഒരു ഇഷ്ടികര കഷ്ണം വെക്കാം. ഇത് പിടിച്ചോളൂ സാറേ. നിങ്ങൾ കുറച്ച് സമയം പിടിക്കാൻ പറ്റുമോ? മെഴുകുണ്ടില്ല കുറേ സമയം. വെയിലത്ത് വെക്കാൻ പാടില്ല. ചിലപ്പോൾ 4ഉം 5 റാണി മുട്ട ഉണ്ടാവും, ഗൈനി ഉണ്ടാവും, റാണി എല്ലാം ഉണ്ടാവും. റാണി ഉണ്ടാവും. ഇതിപ്പോൾ ഒന്നിൽ റാണി വെക്കാം, ഒന്നിൽ റാണി മുട്ടനെ വെക്കാം. PVC പൈപ്പ് വളർത്തുന്നത് ഇതിൻ്റെ അകത്ത് മരത്തോടുള്ള ഒരു കവർ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കാരണം ഈ PVC പൈപ്പിലെ വിഷമെല്ലാം നമ്മൾ തേനിൽ കലരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും PVCയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല തേനെടുക്കുന്നത്. താഴോട്ട് വരണം. വെയിലത്ത് വെക്കുകയും ആവശ്യമില്ല. വീട്ടിൻ്റെ ഉള്ളിലത്തെ ചൂട് മതി. ഇപ്പോൾ പൊതുവേ ചൂട് തന്നെയല്ലേ അത് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് എങ്ങനത്തതും പൊട്ടിക്കോളും. അതൊക്കെ പൂമ്പൊടി അല്ലേ? ഇതെല്ലാം പൂമ്പൊടിയാണ്. ഇതെല്ലാം കഴിക്കാം കേട്ടോ നമുക്ക്. പൂമ്പൊടി നല്ല പ്രോട്ടീൻ ഭക്ഷണമാണ് നമുക്ക്. വേണമെന്നപ്പോഴെല്ലാം കൊടുത്തോളൂ. ഇനിയുണ്ട്. സാറ് നല്ല പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഡിവൈഡറെല്ലാം കൊടുത്തിട്ട് അടയൊന്നും തേച്ചൂടാ. അടയും തേച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടാമത് അടുക്കൂല. അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് വരും. അതിലൂടെ ഉറുമ്പ് വരും. ഇത് വെച്ചതിന് ശേഷം പുറത്തേക്ക് വേണം തേക്കാം. അങ്ങനെ തേക്കാനല്ല തേക്കണം. റാണീനെ നോക്കാം. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. തേന് ഉണ്ടാവും. റാണീനെ കിട്ടും. നമുക്ക് പേടിക്കണ്ട. റാണീനെ എന്തായാലും നമുക്ക് കണ്ടെത്താത്തൊരു ചരിത്രമില്ല നമുക്ക്. ഇനി നമ്മൾ പൊട്ടിക്കാം ഇത് അല്ലേ? അത് വേണം. അതൊന്നും കളയണ്ട. റാണീനെ നോക്കണം കേട്ടോ എടുക്കുമ്പോൾ. അല്ല അത് വീണോട്ടോ അടുത്ത് അതിലേക്ക് വീട്ട്. അല്ല അത് നമ്മളെ സ്രോതസ് എങ്ങനെ കിട്ടുന്നത് അതുപോലെയാണ്. പൂമ്പൊടി നമ്മളെ പ്രകൃതിയിൽ എങ്ങനെയുള്ളത് അതിനനുസരിച്ചിട്ടല്ലേ ഇവർക്ക് കൊണ്ടുവെക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് തേൻ മാത്രം വേണമെന്ന് പറഞ്ഞ് നടക്കുക. പൂമ്പൊടിയിൽ റാണി ഉണ്ടാവാൻ സാധ്യതയില്ല. നോക്കിക്കോളൂ. എല്ലാവരും നോക്കിയാൽ ചിലപ്പോൾ എന്നെക്കാട്ടിയും കൂടുതൽ കണ്ണിന് ശക്തിയുള്ളവരുണ്ടാവുമല്ലേ. പൂമ്പൊടി അതെ. പക്ഷെ എന്നാലും തേനും ഉണ്ടാവും ഇതിൽ. അല്ല ഇത് ഈ റാണിയും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ വെച്ചുകൂടാ. അതെല്ലാം നമുക്ക് ചെയ്യേണ്ട ഭാഗത്തല്ലേ രണ്ടും. ആ 2 കോളനി നമുക്ക് ഇവിടെ ആവശ്യമില്ല. അതിൽ പൂമ്പൊടി അനാവശ്യമായിട്ട് വൃത്തികേടാക്കിക്കൂടാ. വേറൊരു ഇത് നമുക്ക് കഴിക്കാം. എല്ലാവർക്കും വേണമെങ്കിൽ തിന്നുകൊണ്ടിരിക്കാം. നമ്മൾ ഇപ്പോൾ മാതൃ കോളനിയിൽ നിന്ന് ആദ്യം 10 ഗ്രാം പൂമ്പൊടി, 10 ഗ്രാം തേൻ, അതുപോലെ പിന്നെ ബ്രൂഡ് ചേമ്പർ പകുതിയാക്കിയിട്ട് 2ലും വെച്ചു. പിന്നെ പൂമ്പൊടി വെച്ചു, തേൻ വെച്ചു, 10 ഗ്രാം പൊടി, പിന്നെ പശക്കൂമ്പാരം കുറച്ച് പശ വെച്ച് കൊടുത്തു. ഇങ്ങനെ ഇത്രയും സാധനമാണ് നമ്മൾ ഇതിൽ വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈച്ചേനെയും ഇതിൽ കയറ്റണം. ഓട്ടോമാറ്റിക് അല്ല. ഇവർ ഇതിടെന്ന് അറിയുമ്പോൾ പുതിയ സ്ഥലം കണ്ടെത്തും. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഇത് വേണ്ടെങ്കിൽ അവർ ഇവിടെ ക്ലോസ് ചെയ്തോളും. ആ ഓട്ട ക്ലോസ് ചെയ്തിട്ട് അവർ റാണിമുട്ട ഇവിടെ ഉണ്ട്. അല്ല നമുക്ക് ഇപ്പോൾ ഒന്നും വെച്ച് കൊടുക്കണ്ട. ഇപ്പോൾ ഈ സ്ട്രെങ്ത് ഇല്ലല്ലോ കോളനി, അതുകൊണ്ട് നമ്മൾ ഒന്നും വെച്ച് കൊടുക്കണ്ട. ഇപ്പോൾ നല്ല സ്ട്രോങ് ഉണ്ടെങ്കിൽ അവിടെ ഒന്നും ഒരു കഷ്ണം വെച്ച് കൊടുക്കാം. സ്ട്രോങ് ഇല്ലാത്ത ഇപ്പോൾ ഈച്ചയില്ലല്ലോ, പണിയെടുക്കാൻ ആളില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ പോയി ഇതൊന്നും മെയിൻറ്റെയിൻസ് ചെയ്യാൻ കഴിയില്ല അവർക്ക്. ഇത് അടച്ചിട്ട് ഇവിടെ പണിയെടുക്കട്ടെ. എല്ലാവരും ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ അങ്ങനെ
അതടച്ചൂടാ, അത് അവരടക്കും, വേണമെങ്കിൽ അവരടച്ചോട്ട്. അവർക്ക് ആവശ്യം അത് നമ്മളെ തേനീച്ച കൊടുത്ത് നേരത്തെ നമ്മൾ എടുത്ത തേനീച്ച നിലത്ത് വെച്ചില്ലേ, ഈ ഈച്ചേനെ നമ്മൾ എങ്ങനെ അല്ല 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 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നത്. അതിനുശേഷം അവർ പുറത്തിറങ്ങുന്നവർ ഇറങ്ങിക്കോട്ടെ. ഇത് നമ്മൾ ആദ്യം മാറ്റി വെച്ച തേനീച്ചയാണ്. ആ തേനീച്ചനെ നമ്മൾ ഇതിൽ കുടഞ്ഞിടണം. അപ്പോൾ ഇത് വേറെ ദൂര സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന ഒരു കോളനിയാണ്. ആ കോളനിയിലേക്ക് നമുക്ക് കുറച്ച് ഈച്ചേനെ കൊടുക്കണം. അങ്ങനെ കുടഞ്ഞ് പെട്ടെന്ന് അടക്കാം. കുറച്ച് ഈച്ചകളതിൽ കയറി, അത്രയേ ഉള്ളൂ. കയറി നമ്മളെ മുട്ടി ഹാമർ ഒന്ന് സീറ്റിംഗ് ആകാൻ വേണ്ടിയിട്ട് ഒരു കണ്ട്. ഇനി നേരത്തെ നിങ്ങൾ പറഞ്ഞ മെഴുകില്ലേ, മെഴുക് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ വെക്കുന്നത്. വെറുതെ കുറേ വരച്ചുകൂടാ. ഇതിൻ്റെ മുകളിൽ ഇതാ കണ്ടോ, എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഒരു വര. അതിൽ പോയിക്കോട്ടെ, അവർ വഴി അതാക്കി കൊടുത്തില്ല, അവർ വീടാക്കിയില്ല. നമ്മൾ നിർബന്ധിച്ച് മതി 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 സെല്ലോ ടേപ്പ് വെച്ചാൽ മതി. നമുക്ക് മെഴുക് ഉണ്ടായത് കൊണ്ട് മാത്രം മെഴുക് വെക്കുന്നതില്ല, അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് വെച്ചാൽ മതി. മെഴുക് ഒന്നും കൂടെ സുരക്ഷിതമാണ് അത് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ആദ്യം എങ്ങനെ നേരെ കാണാനൊരു ഇത് ചില ആളെങ്ങനെ വരച്ചോണ്ടിരിക്കും, വരയ്ക്കുമ്പോൾ അത് പിന്നെയും പിന്നെയും അത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു മോശം പോലെ തോന്നും കാണുമ്പോൾ. സെല്ലോ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് അതിൻ്റെ അടുത്ത് കയറി, പക്ഷേ ഇതിലൂടെ ഒരു ഉറുമ്പും കയറൂല. ഇങ്ങനെ എല്ലാ ഹോൾസും ക്ലോസ് ആയി. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കോളനിക്കെല്ലാം ഇതുപോലെ ചെയ്താൽ ഇതിലൂടെ ഒരു ഹോൾസും കാണൂല. ഉണ്ടാവും, അതിൽ വരുമല്ലോ, അതിൽ തേൻ കിട്ടുമല്ലോ. ഇപ്പോൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ. മഴയും ഈർപ്പമുള്ള സ്ഥലത്താണ് ഈ ഫംഗസ് കൂടുതൽ വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ വെക്കുന്ന സ്ഥലത്ത് ചിന്നൽ മഴയെ തെറിക്കുന്നതോ. ഇനി നമ്മൾ ആ ഒരു ബ്രൗൺ ടേപ്പ് അത് പോയിക്കോളും മേലോട്ട്. ഇങ്ങനെ വെച്ചാൽ അവർ പോയിക്കോളും. ഇങ്ങനെ ഒരു കെട്ടും കൂടി കൊടുക്കണം. മാറിയല്ല ഇത് ഇത് നമ്മൾ ഇങ്ങനെ എടുക്കും. ചില ആൾക്കാർ ഇങ്ങനെ എടുക്കുമ്പോൾ അത് താഴത്തെ അടഞ്ഞ് നിൽക്കും. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്തോളൂ. ഉള്ളിൽ നിന്ന് വെൽഡ് ചെയ്യും ഫുള്ള് പശയുണ്ട്. നമ്മുടെ അടുത്ത് മാർക്കർ ഉണ്ടോ നമ്മളെ കയ്യിൽ? ഇവിടെ ഉണ്ടാവുക മാർക്കർ ഉണ്ടെങ്കിൽ ഒരു മാർക്കർ ഇട്ട് ഇതിലൊരു നമ്മളൊരു ജാതകം എഴുതണ്ടേ. നമ്മൾ റാണിമുട്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിൽ വെച്ചു, പൂമ്പൊടി വെച്ചു, തേൻ വെച്ചിട്ട് ഒരു 2 കോളനിയാക്കി മാറ്റി. ഒരു കോളനീനെ 2 കോളനി ആക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. കുറച്ച് പൂമ്പൊടി, കുറച്ച് തേൻ, പില്ലർ, അതുപോലെ മുട്ട പഴയത് പുതിയത്, ഈച്ചേനും കുറച്ച് കയറ്റാം. ഈ പ്രവേശന കവാടത്തിൽ ഇപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് ഇന്ന് ഈ ഈച്ചയുള്ള സ്ഥലത്ത് കൊണ്ടുവരണം. ഈച്ച പ്രധാനമാണ്. ഇതിൽ ഈച്ച കയറിയില്ലെങ്കിൽ ഈ കോളനി ശരിയാവില്ല. ഇപ്പോൾ ഈച്ചയില്ല, വളരെ കുറവാണ് ഈച്ച. ഇവിടെ ഉണ്ടാവും. ഒരു കോളനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഈച്ചയെല്ലാം നമ്മുടെ കോളനിയിൽ കയറും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളെല്ലാം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കോളനിയിൽ മാത്രം ശ്രദ്ധിക്കുക. വേറെ ഒരു സ്ഥലത്തും ഈ നമ്മുടെ മേശയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റൂൾ വെച്ചിട്ട് ഒരു മെഴുകിൻ്റെ മണമില്ലാതെ, ഈ ഒരു മെഴുകിൻ്റെ മണം അല്ലാതെ വേറൊരു മണം വരാതിരി നമുക്ക് എല്ലാ തേനീച്ചകളും ഇതിലേക്ക് വന്ന് കയറും. അത് ഞങ്ങൾക്ക് ഒരു പ്രാക്ടിക്കലിലൂടെ ഇപ്പോൾ കാണിക്കാം. അല്ല, ഇതിലേക്ക് തന്നെ കയറും. ഈ പെട്ടിയിലേക്ക് തന്നെ. ഈ പെട്ടി മാത്രമേ ഉണ്ടാവൂടാ മെഴുക് മണമുള്ളൂ. എല്ലാ മെഴുകിലും നിൽക്കും. നമ്മൾ പെട്ടിയിലേക്ക് വരേയില്ല. ഇവിടെ എല്ലാം കളിച്ചുകൊണ്ടിരിക്കും. ഈ സാധനം ഇവിടെ വെച്ചാൽ മതി. ഈ നമ്മൾ എടുത്ത വേസ്റ്റ് ഉണ്ടല്ലോ, ഈ സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പെട്ടിയിലേക്ക് ഒരു ഈച്ചും വരില്ല. തേനും ആ തേൻ്റെ പാത്രം എടുത്തിട്ട് ഇവിടെ വെച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ച് പൂമ്പൊടി വെച്ചാൽ കഴിഞ്ഞാൽ ഒറ്റ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 19, 20, 4/24 1A ആണിത്. അങ്ങനെ ഞാൻ എഴുതും. ഇപ്പോൾ ഇത് Q ആണ്. Q പറഞ്ഞ് ക്യൂൻ സെല്ല്. ഇത് അടുത്ത വർഷം, ഇത് നിങ്ങൾ അടുത്ത വർഷം ഈ 1/4/24, 1/4/25 ശേഷമേ നിങ്ങളിത് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഉള്ള വെയിറ്റും ആ സമയത്ത് എടുക്കുന്ന വെയിറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ അത് എടുക്കുമ്പോൾ നല്ലൊരു വെയിറ്റ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നല്ല വെട്ടിയാണ്. അപ്പോൾ അത് രീതിയിലായിരിക്കണം നിങ്ങൾ പിരിക്കാൻ എടുക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു 10-14ഓളം ഈച്ചകൾ കാവൽ നിൽക്കുന്നുണ്ടാണ്. അപ്പോൾ നല്ല കൂടുന്നത് നമുക്ക് കണക്കൂട്ടാം. അങ്ങനെ എങ്ങനെ വെയിറ്റ് കുറവാണെങ്കിൽ നിങ്ങളടുത്ത് ഈച്ച വളർന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ അതിൻ്റെ സ്രോതസ്സില്ല, തേൻ്റെ സ്രോതസ്സില്ല. തേനില്ലെങ്കിൽ തേനീച്ചപ്പെട്ടി വളർന്നാൽ മതി. തേനീച്ച വളർന്നാലിന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആ കോളനി ആക്കാം. എങ്ങനെ തേനാ 1 കിലോ കൂടും. 1 കിലോ ഇപ്പോൾ 1,400 ഉണ്ടാവും. ഈ കാലിപ്പെട്ടി 1,300, 1,400 ഉണ്ടാവും. 2,400
നമ്മൾ തൂക്കി നോക്കിയാൽ. ഇപ്പോൾ നിങ്ങൾ തൂക്കി നോക്കിയാൽ 1,400, ചിലപ്പോൾ ഈ മരത്തിനനുസരിച്ച് വെയിറ്റ് കൂടും. അങ്ങനെ ഈച്ച കയറാൻ വേണ്ടി ഒരു സൗകര്യമാക്കി തരില്ല. ഒരു ചെറിയൊരു സ്റ്റൂളും അത് ഇവിടെ വെക്കാം. എത്ര ഏരുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കസേര ആയിപ്പോയല്ലോ, ഇവിടെ തന്നെ വെക്കാം. വെയിൽ പ്രശ്നമില്ല, ഈ ഒരു വെയിലൊന്നും പ്രശ്നമില്ല. അടുത്തേക്ക് കയറിക്കോളൂ. ഇപ്പോൾ നോക്കുക ഈ ചൈൽ കയറും. ഈ വെള്ളമെല്ലാം ഇവിടുന്ന് മാറ്റും. പെന്നും മതി അവിടെ മാമ്പറ്റ